സപ്പോർട്ടൊക്കെ അഭിപ്രായമൊക്കെ പൊളിയാണ്. ഇപ്പം മെസ്സേജ് റിപ്ലൈ തരാറുണ്ട്. പിന്നെ ഫാസിൽ ബ്രോയും അതൊക്കെ തന്നെ ടൈം എടുത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ബ്രോ ആക്ച്വലി. അപ്പൊ എന്തൊക്കെയായാലും വാല്യൂ ഫോർ മണിയാണോ? മണി മണി പോകത്താണ്. ബ്രോ നമ്മൾ ഇത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ അല്ല ബിഗിന്നർ ആയിട്ടാണോ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ഈ ലോസ് ആയിരുന്നു പ്രധാന പ്രശ്നം. ചെയ്യുമായിരുന്നു, നല്ല ലോസ് ആയി. പിന്നെ മുന്നേലും കോഴ്സ് നിർത്തിയതാ. കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ? കോഴ്സ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഇന്ത്യൻ മാർക്കറ്റിൽ. പിന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനോട് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ മൊത്തത്തില് ട്രൂസെൻസിന്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് എല്ലാം ഓക്കെയാണ് ബ്രോ. പക്ഷെ എനിക്ക് ഈ ഡ്യൂട്ടി ടൈമിങ്സും ഇതുമായിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഉം. കാരണം നമ്മളൊരു സോൺ മാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ സോൺ എടുത്തിട്ടുണ്ടാവും. ആ ടൈമിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ടൈമിന്റെ പിന്നെ ഈ ഫോണിൽ ഇത് വരച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ആക്യുറേറ്റ് ആവത്തില്ല. ബിഗ് സ്ക്രീനിൽ സിസ്റ്റത്തിൽ വരയ്ക്കുന്ന പറയുന്നുണ്ടോ? സ്ക്രീനിൽ വരയ്ക്കുന്ന അതാണ് ഒരു പ്രശ്നം. തിരിച്ചു വരുമ്പോൾ തന്നെ ഓൾറെഡി ടയേർഡ് ആയിരിക്കും. ആ പിന്നെ പിറ്റേന്നുള്ള പരിപാടി പിന്നെ ആകപ്പാടെ ഒരു ഓഫ് ബ്രോ കിട്ടുന്ന ഈ ഫ്രൈഡേ ഷോ. ആക്ച്വലി നമുക്ക് ആ ഒരു കുറച്ച് കാലത്തെ കഷ്ടപ്പാട് നമുക്ക് റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നത്. നമുക്ക് കുറച്ച് കാലത്തേക്കുള്ള കഷ്ടപ്പാടേ ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് നമുക്ക് അതിനെ കൊണ്ടൊരു വരുമാനം സൈഡിൽ നിന്ന് വരുമോ എന്ന് പറഞ്ഞാൽ ബ്രോ നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് ആയിരിക്കും. അപ്പോൾ ആ ലെവലിലേക്ക് മാറണം എന്തായാലും. എങ്ങനെയുണ്ട് ട്രൂസൻസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സപ്പോർട്ടൊക്കെ അഭിപ്രായമൊക്കെ പൊളിയാണ്. ഇപ്പം മെസ്സേജ് റിപ്ലൈ തരാറുണ്ട്. പിന്നെ ഫാസിൽ ബ്രോയും അതൊക്കെ തന്നെ ടൈം എടുത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ബ്രോയെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഓക്കെ. എങ്ങനെ ട്രേഡ് ചെയ്തു നോക്കിയായിരുന്നോ? ഡെമോ അക്കൗണ്ടിലൊക്കെ ലൈവ് മാർക്കറ്റിൽ ചെയ്തു നോക്കിയായിരുന്നോ? ആ ലൈവ് മാർക്കറ്റിൽ തന്നെ ഡെമോ ചെയ്യുന്നു. പക്ഷേ അത് SL അടിക്കുന്നുണ്ട്, TP അടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. സംഗതി എങ്ങനെ വർക്കൗട്ട് ആയോ സ്ട്രാറ്റജി? സ്ട്രാറ്റജി കുറച്ചും കൂടിയൊക്കെ ഒന്ന് എനിക്ക് തറവാറുണ്ട്. പഠിക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കാരണം വെച്ചാല് നമുക്കിപ്പം ഈ സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ച എല്ലാ ചങ്ങായിമാർക്കും ഒറ്റ മാർക്കല്ല കിട്ടുന്നത്. കുരുത്തക്കേടിന് ഒറ്റ മാർക്കായിരിക്കും. എന്നാൽ പോലും നമ്മളെ ചങ്ങായിമാർക്കെല്ലാം അപ്പുറം ഇപ്പുറം മാർക്ക് കൂടും കുറവുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വീഡിയോസ് കാണേണ്ടി വരും. പ്രാക്ടീസ് നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പക്ഷെ അതിന്റെ ഗുണവും നിങ്ങൾക്ക് അതുപോലെ കിട്ടും. പിന്നെ എങ്ങനെ ഓൾ ടുഗദർ എന്ത് തോന്നുന്നു ബ്രോ കോഴ്സ്? ഇറ്റ്സ് ഗുഡ് ബ്രോ ആക്ച്വലി. അപ്പൊ എന്തൊക്കെയായാലും വാല്യൂ ഫോർ മണിയാണോ? മണി മണി പോകത്താണ്. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കുള്ള ഡൗട്ട് അല്ലേ 50,000 രൂപയൊക്കെ ഇത് ഭയങ്കര അധികമല്ലേ എന്നുള്ളത്. എന്ത് നമ്മൾ തോന്നുന്നു? പേ ചെയ്തല്ലേ പറ്റി പഠിക്കണമെങ്കിൽ. അതുപോലെ തന്നെ ന്യൂ ജോയിനീസിന്റെ അടുത്ത് അല്ല ബിഗിനേഴ്സിന്റെ അടുത്തൊക്കെ ബ്രോ എന്താന്ന് ഒരു അഡ്വൈസ് പറയാനുള്ളത്? ഇപ്പം TMC പഠിക്കണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രൂസൻസ് എന്നുള്ള? ഏത് ന്യൂ ജോയിനേഴ്സിനായാലും അതിന് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഫോറക്സ് ട്രേഡിംഗ് ഒരു കാര്യത്തിൽ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. Definitely. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അറിയാമെന്നും പറഞ്ഞ് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴത്തേക്ക് എവിടെ ആയാലും എന്തിനിറങ്ങിത്തിരിക്കുന്നതിന് മുമ്പിലും പഠിക്കുക, സ്റ്റഡി ചെയ്യുക, ഇറങ്ങുക. ഡെഫിനറ്റ്ലി ബ്രോ. ഓക്കെ ബ്രോ, ഡൺ ആയല്ലേ? ഓക്കെ. താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം ബ്രോ. ഓക്കെ, താങ്ക് യു. ഓക്കെ എനിവേ, വെൽക്കം. ഓൾ ദി ബെസ്റ്റ് ബ്രോ. സെറ്റാക്ക്. താങ്ക് യു. പ്രോഫിറ്റബിൾ ആകട്ടെ എത്രയും പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ.